ചാനൽ കാണുന്ന എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് വെക്കാനും മറക്കരുത്. ഇപ്പോൾ സംസ്ഥാനത്ത് നാളികേരത്തിന് അല്പം വില കുറവാണ്. ഈ സാഹചര്യത്തിലാണ് അടയ്ക്കയുടെ വില കൂടിയിരിക്കുന്നത് കർഷകർക്ക് ഏറെ പ്രയോജനമായിരിക്കുന്നത്. അടയ്ക്കയിലെ വില നോക്കുമ്പോൾ വിപണിയിൽ വെറും കയറ്റിറക്കമല്ല, മാത്രമല്ല അടയ്ക്ക കഴിഞ്ഞ സീസണെ അപേക്ഷിച്ച് ഈ പ്രാവശ്യം നല്ല വിലയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയ്ക്കിടെ 100 രൂപയാണ് അടയ്ക്കയിൽ വർദ്ധിച്ചത്. കഴിഞ്ഞ സീസണിൽ തളർച്ചയിലായിരുന്ന വിപണി ഈ പ്രാവശ്യം അത് 490, 510 എന്ന നിലയിലേക്ക് ഉയർന്നു. പഴയ കൊട്ടടയ്ക്ക കിലോയ്ക്ക് 100 രൂപയോളം വർദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സീസണിൽ കിലോയ്ക്ക് 450 രൂപ വരെ ഉയർന്ന വില പിന്നീട് താഴുകയായിരുന്നു. കർഷകർ നിരാശയിലായിരുന്നെങ്കിലും ഇപ്പോൾ 490, 510 രൂപയിലെത്തി നിൽക്കുകയാണ് വില. പുതിയ അടയ്ക്കയുടെ വില കിൻഡലിന് 40,000, 50,000 വരെ എത്തിയിട്ടുണ്ട്. കിലോയ്ക്ക് 400 രൂപ വരെ ലഭിക്കുന്നുമുണ്ട്. കരിങ്കോട്ട ഉള്ളി, ഫട്ടോറ എന്നിങ്ങനെ ഗുണനിലവാരം കുറഞ്ഞ തിരിവ് ഇനങ്ങളിലും വിലയിൽ വർധനവ് ഉണ്ടായിട്ടുണ്ട്. പെയിൻറ് നിർമ്മാണ കമ്പനികൾ വർദ്ധിച്ചതാണ് അടയ്ക്കയുടെ വില വർദ്ധിക്കാൻ കാരണമായി പറയപ്പെടുന്നത്. പാക്ക് നിർമ്മാണത്തിന് പുറമെ പെയിൻറ് നിർമ്മാണത്തിനും അടയ്ക്ക കാര്യമായി ഉപയോഗിക്കുന്നുണ്ട്. ഇറക്കുമതിയിലുണ്ടായ കുറവ് മൂലം ഉത്തരേന്ത്യ വിപണിയിൽ വലിയ ഡിമാൻഡ് നിലനിൽക്കുന്നുമുണ്ട്. കേരളത്തിലെ പ്രധാന അടയ്ക്ക വിപണന കേന്ദ്രമായ ചാലിശ്ശേരി പഴയ അടയ്ക്ക കേന്ദ്രത്തിൽ പുതുവർഷ കച്ചവടം കർഷകർക്ക് പ്രതീക്ഷയായിരുന്നു. കഴിഞ്ഞ ദിവസം ചാലിശ്ശേരിയിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നായി 1500 ചാക്ക് അടയ്ക്ക വിൽപ്പനയ്ക്കെത്തിച്ചു. പുതുവർഷ ലേലത്തിൽ പുതിയ അടയ്ക്ക കിലോയ്ക്ക് 480, പഴയതിന് 475 രൂപ എന്ന നിരക്കിലായിരുന്നു വിൽപ്പന. 95,500 കിലോ, 4,875 തുലാം അടയ്ക്കയാണ് ലേലം നടന്നത്. ഇതൊരു സർവകാല റെക്കോർഡാണ്. ഉൽപ്പാദനം കുറഞ്ഞതോടെ പ്രാദേശിക അടയ്ക്കയുടെ ഡിമാൻഡ് നിലനിൽക്കുന്നത് കർഷകർക്ക് ഗുണകരമാകുമെന്നാണ് പ്രതീക്ഷ. അടയ്ക്കയുടെ താരിഫ് മൂല്യം മെട്രിക് ടണ്ണിന് $7,679 നിശ്ചയിച്ച് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം വിജ്ഞാപനം ഇറക്കിയിരുന്നു. ഇത് ഇറക്കുമതി നിയന്ത്രിക്കാൻ സഹായിക്കുമെന്നാണ് പ്രതീക്ഷ. മലബാർ അടയ്ക്ക എന്ന പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ നാണ്യവിളക്ക് ഉത്തരേന്ത്യൻ വ്യാപാര കേന്ദ്രങ്ങളായ ഇൻഡോർ, കാൻപൂർ, നാഗ്പൂർ, ഗുജറാത്ത്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ വൻ ഡിമാൻഡ് ആണുള്ളത്. പാക്ക് നിർമ്മാണത്തിനാണ് ഉത്തരേന്ത്യയിൽ മെയിനായിട്ടും അടയ്ക്ക ഉപയോഗിക്കുന്നത്. ഉത്തർപ്രദേശാണ് പാക്ക് നിർമ്മാണത്തിൽ ഏറ്റവും കൂടുതൽ അടയ്ക്ക ഉപയോഗിക്കുന്നതും പാക്ക് ഏറ്റവും കൂടുതൽ വിപണനം അതുപോലെ ഉപയോഗവും നടക്കുന്ന സംസ്ഥാനം. അടയ്ക്കയുടെ കാര്യത്തിൽ ഇപ്പോൾ നല്ല വില കിട്ടുന്നത് കൊണ്ട് തന്നെ മറ്റ് നാണ്യവിളകളുടെ വില അടയ്ക്കയിൽ അഡ്ജസ്റ്റ് ചെയ്യുകയാണ് കർഷകർ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക.